സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രാമശ്ശേരി ഇഡ്ലിപ്പൊടി ഉണ്ടാക്കാം. അതിന് എന്താണ് വേണ്ടത് എന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കുരുമുളക്, 8 വറ്റൽമുളക്, പിരിയൻ മുളകും സാധാരണ മുളകുമാണ് ഉള്ളത്, 1 ടേബിൾ സ്പൂൺ അരി, 10-25 കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എള്ള്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. ഇനി ഇവയെല്ലാം കൂടി നമുക്ക് ഒന്ന് വേറെ വറുത്തെടുക്കാം. 2 നുള്ളി കായപ്പൊടി കൂടി വേണം. ഇനി പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഓരോന്നായി വറുത്തെടുക്കാം. ആദ്യം ഉഴുന്ന് വറുത്തെടുക്കാം. ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഉഴുന്ന് കഴുകി ഉണക്കിയെടുത്തതാണ് ഇത്. ഇനി ഇത് മാറ്റി വെക്കാം. അതിനുശേഷം കടലപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കാം. കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും ഞാൻ കഴുകി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇനി കുരുമുളകും അരിയും ഒന്ന് വറുത്തെടുക്കാം. മുഴുവനും വേറെ വറുത്തെടുക്കുന്നത് വേറെ ചൂടിലാണ് ആയി വരിക, അതുകൊണ്ടാണ്. ഇനി എള്ള് വറുത്തെടുക്കാം. എള്ള് നല്ലതുപോലെ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഓഫാക്കാം. അത് മാറ്റിയ ശേഷം വറ്റൽമുളക് വറുത്തെടുക്കാം. വറ്റൽമുളക് ആയി വരുന്നതിന് മുമ്പേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നല്ലതുപോലെ ആയി വരണം, അല്ലെങ്കിൽ ഇഡ്ലിപ്പൊടി ചീത്തയാകും. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിലെ വെള്ളവും ഡ്രൈ ആയി വരണം. ഇനി വറുത്തെടുത്ത എല്ലാ കൂട്ടുകളും ഇട്ട് ഒന്നുകൂടി വറുത്തെടുക്കാം. അത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി 1 നുള്ളി കായപ്പൊടി പാനിലിട്ട് ചൂടാകുമ്പോൾ ഈ പൊടിച്ചെടുത്ത കൂട്ടും കൂടി ഒന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. ഈ പൊടി കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കി കുപ്പിയിൽ അടച്ചു വെച്ചാൽ ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ നമുക്ക് കൂട്ടിക്കഴിക്കാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.